ഹായ്, ഞാനിപ്പോൾ ഇത് കണ്ണൂർ തലശ്ശേരിയാണ്. ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്ന ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ തലശ്ശേരി ഭാഗത്ത് വീടുകളോ സ്ഥലങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് ഒട്ടുമിക്ക ആൾക്കാരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ തലശ്ശേരി. എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കണ്ണൂർ തലശ്ശേരിയിൽ നിന്നും മട്ടന്നൂർ റോഡ്, അതായത് കണ്ണൂർ എയർപോർട്ട് റോഡ് പോകുന്ന വഴിയിൽ നാനാർ റോഡിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ഒരു നല്ലൊരു അടിപൊളി വീട്, 4 ബെഡ്റൂമോട് കൂടിയ നല്ലൊരു അടിപൊളി വീടാണ്. ഏകദേശം 80% തേപ്പ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള പണികളൊക്കെ നിലവിൽ പെൻഡിങ് ഉണ്ട്. അപ്പം ഈ ഒരു വീട് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓണർ നല്ല കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു, നല്ല അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു. പെട്ടെന്നൊരു ആക്സിഡൻറ്റിൽ, യാദൃശ്ചികമായിട്ടൊരു ആക്സിഡൻറ്റിൽ ആൾക്ക് കൈക്ക് നല്ലൊരു ഫ്രാക്ചർ പറ്റി. അപ്പം ഒരു ബിസിനസ് ഉണ്ടായിരുന്നത് അതും നല്ല രീതിയിൽ ഫ്ലോപ്പായി പോയി. ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു വീട് നിലവിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വീഡിയോകളും ഞാൻ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇടനിലക്കാരോ ബ്രോക്കർമാരോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുക. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സലിവുള്ളവരുണ്ടെങ്കിൽ, അതായത് നല്ല വീടുകളൊക്കെ തലശ്ശേരി ഭാഗത്ത് നോക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഈ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. 9.25 സെൻറ്റ് സ്ഥലത്തിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 2000 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീടിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഏകദേശം 80% തേപ്പ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, വീടിൻ്റെ ഡോറുകളും അതുപോലെ തന്നെ ജനലിൻ്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാം തന്നെ റെഡിയാണ്. ബാക്കി ഫ്ലോർ വർക്ക് അതുപോലെ പിന്നെ ബാത്റൂം വർക്ക് അതൊക്കെ പിന്നെ പെൻഡിങ് ഉണ്ട്. അപ്പം 4 ബെഡ്റൂമുകളിൽ 4 ബെഡ്റൂമിൽ 2 ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതായത് താഴെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ്. അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയ പിന്നെ 2 ബെഡ്റൂമുകളാണ് താഴെ ഫ്ലോറിൽ വന്നിട്ടുള്ളത്. അതിലൊന്ന് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം താഴെയും മുകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നോക്കുവാണെങ്കിൽ മുകളിലും 2 ബെഡ്റൂമുകൾ തന്നെയാണ് ഈ ഒരു വീടിന് മുകളിലെ ഫ്ലോറിൽ വന്നിട്ടുള്ളത്. മുകളിലും ഈ പറഞ്ഞ പോലെ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമും പിന്നെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്.
പിന്നെ ഈ ഒരു വീട് എടുക്കുന്നവർക്കുള്ള ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ തൊട്ടടുത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതായത് ഏകദേശം 1.5 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലായിട്ട് പള്ളി, അമ്പലം, സ്കൂള്, കോളേജ് എല്ലാ ഫെസിലിറ്റീസും ഈ ഒരു വീടിനോട് അനുബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം 10 അടി വീതിയോട് കൂടിയ വഴിയാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. പോക്കറ്റ് റോഡിൽ നിന്നും 10 അടി വീതിയോട് കൂടിയ വഴി ഈ ഒരു വീടിന് വന്നിട്ടുണ്ട്. നിലവിൽ അത്യാവശ്യം വലിയ വണ്ടികളൊക്കെ ഇവിടെ വരാൻ പാകത്തിനുള്ള ഒരു വഴിയാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. അതും കോമൺ വഴിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 9.25 സെന്റ് സ്ഥലമാണ്. അതുപോലെ തന്നെ ഈ ഒരു വീടിന്റെ 4 ചുറ്റുമതിലുകളും കാര്യങ്ങളും എല്ലാം തന്നെ കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെള്ളത്തിന്റെ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ 10 അടി ആഴത്തോട് കൂടിയ കിണറാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. അപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇലക്ട്രിസിറ്റി കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ ഈ ഒരു വീടിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കൂത്തുപറമ്പ് മട്ടന്നൂർ റോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എക്സാക്ട് 1.5 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു വീടിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ് ഈ ഒരു ഏരിയ. ഓൾമോസ്റ്റ് 80% വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡോറ്, ജനലുകളുടെ പിന്നെ ഫ്രെയിമുകൾ കാര്യങ്ങളെല്ലാം തന്നെ അവർ നിലവിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. തികച്ചും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അപ്പം നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവന്നിരുന്ന ആളും കൂടിയായിരുന്നു ഇതിൻ്റെ ഓണർ. അപ്പം എന്നെ വിളിച്ചു കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര സങ്കടമായി. കാര്യം എന്ന് വെച്ചാൽ ഒരു വീട് എന്ന് പറയുന്നത് പിന്നെ ഏതൊരു മനുഷ്യനെയും സ്വപ്നമായിരിക്കും. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് എന്താ പറയുക, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരിക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അതും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ലോണ് കാര്യങ്ങളെല്ലാം തന്നെ എടുത്തിട്ടായിരിക്കും ഒരു വീട് വെക്കുന്നുണ്ടാകുക. അവസാനമായിട്ട് നമ്മൾ ഈ ഒരു വീടിൻ്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വില കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഒട്ടുമിക്ക വീഡിയോ ചെയ്യുമ്പോഴും ഒട്ടുമിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, വില പറയാതെ എന്തിനാ വീഡിയോ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ മനസ്സലിവുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടൊന്നും നെഗോഷിയേറ്റ് ചെയ്യാതെ നോക്കുക, നിങ്ങൾ ഈ ഭാഗത്ത് എങ്ങനെയാണ് സ്ഥലത്തിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ ജനലിൻ്റെ ഫ്രെയിമുകളും അതുപോലെ തന്നെ ഡോറ് കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നിങ്ങൾ എന്താ പറയുക, ഏത് രീതിയിലാണ് ഈ ഒരു വീടിന് വില മതിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് സംസാരിക്കുക, ഓണറുമായിട്ട് സംസാരിക്കുക, ഡീല് ചെയ്യുക, വാങ്ങുക. അപ്പം വില ഞാൻ പറയുന്നില്ല ദയവേത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് അത്രയും ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീട് നിലവിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. അപ്പം ദയവ് ചെയ്ത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഡീൽ ചെയ്തോളാം.